കേഡറ്റ് പരീക്ഷയിലെ മലയാളം സംബന്ധമായ നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഴിഞ്ഞകാല കേഡറ്റ് പരീക്ഷകളിലെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാവുന്ന ഒരു ചോദ്യമാണ് പഴഞ്ചൊല്ലുകളെ കുറിച്ചുള്ള ചോദ്യം. ഏതെങ്കിലും ഒന്നോ രണ്ടോ പഴഞ്ചൊല്ലുകൾ നൽകിയിട്ട് അതിന്റെ ആശയം എന്താണ് എന്ന് ചോദിക്കുക. അത് ഏതാണ്ട് എല്ലാ കേഡറ്റ് പരീക്ഷകളിലും നമുക്ക് കാണാവുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആദ്യം പറയുന്നത് ചില പഴഞ്ചൊല്ലുകളാണ്. അകത്തു കത്തിയും പുറത്തു പത്തിയും. അകത്തു കത്തിയും പുറത്തു പത്തിയും അഥവാ മനസ്സിൽ വിരോധവും പുറത്ത് സ്നേഹവും കാണിക്കലാണ്. മനസ്സിന്റെ ഉള്ളിൽ വിരോധം വെച്ച് പുലർത്തിക്കൊണ്ട് പുറത്ത് സ്നേഹം പ്രകടിപ്പിക്കുന്നതിനെയാണ് അകത്ത് കത്തിയും പുറത്തു പത്തിയും എന്ന് പറയുന്നത്. അക്കരെ ചെന്നു തോണിയും മുങ്ങി. അക്കരെ ചെന്നു തോണിയും മുങ്ങി അഥവാ കാര്യം കണ്ടു കഴിഞ്ഞപ്പോ സഹായിച്ചവനെ മറക്കുന്ന ശീലത്തെയാണ് ഇങ്ങനെ പറയുന്നത്. കാര്യം കണ്ടു കഴിഞ്ഞു, അപ്പൊ സഹായിച്ചവനെ മറന്നു കളഞ്ഞു. അക്കരെ ചെന്നു തോണിയും മുങ്ങി. അക്കരെ നിന്നാൽ ഇക്കരെ പച്ച. അക്കരെ നിന്നാൽ ഇക്കരെ പച്ച അഥവാ ദൂരെ കാണുന്നവ നല്ലതെന്ന തോന്നൽ ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല്. അക്കരെ നിന്നാൽ ഇക്കരെ പച്ച. അഗതി ചൊല്ല് അരങ്ങത്തേശില്ല. അഗതി ചൊല്ല് അരങ്ങത്തേശില്ല അഥവാ പാവപ്പെട്ടവന്റെ വാക്കിന് വിലയുണ്ടാവില്ല. അതാണ് അഗതി ചൊല്ല് അരങ്ങത്തേശില്ല എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. കഴിവില്ലായ്മക്ക് കഴിയുന്നിടത്ത് അരിശം തീർക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. കഴിവില്ലായ്മക്ക് കഴിയുന്നിടത്ത് അരിശം തീർക്കുക. ആ അർത്ഥത്തിലാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന പഴഞ്ചൊല്ല് ഉദ്ദേശിക്കുന്നത്. തനിക്കു താനും പുരക്ക് തൂണും. തനിക്ക് താനും പുരക്ക് തൂണും അഥവാ വേണ്ടപ്പോൾ മറ്റാരും നമുക്ക് തുണ കാണില്ല. തനിക്ക് താനും പുരക്ക് തൂണും എന്ന പഴഞ്ചൊല്ലിനോട് ഉദ്ദേശം അതാണ്. നമുക്ക് വേണ്ടപ്പോൾ മറ്റാരുടെയും തുണ കാണില്ല. അച്ചിക്ക് കൊഞ്ചുപക്ഷം നായർ കിഞ്ചിപക്ഷം അഥവാ രണ്ടുപേർക്ക് വിപരീത സ്വഭാവങ്ങളാണെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഴഞ്ചൊല്ല് പറയുന്നത്. അച്ചിക്ക് കൊഞ്ചുപക്ഷം നായർ കിഞ്ചിപക്ഷം. അച്ഛൻ ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല്. ആഗ്രഹം പോലെ സാധിക്കുക എന്ന അർത്ഥത്തിലാണ്. തൻ്റെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചു. അച്ഛൻ ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല്. അടികൊള്ളാൻ ചെണ്ട പണം വാങ്ങാൻ മാരാൻ. അടികൊള്ളാൻ ചെണ്ട പണം വാങ്ങാൻ മാരാൻ. കഷ്ടപ്പെടുന്നത് ഒരാള്, പ്രതിഫലം ലഭിക്കുന്നത് മറ്റൊരാൾക്ക്. അങ്ങനെ ആവുമ്പോഴാണ് ഈ പഴഞ്ചൊല്ല് പറയാ. അടികൊള്ളാൻ ചെണ്ട പണം വാങ്ങാൻ മാരാൻ. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കണം. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കണം. ഉപദേശം അനുസരിക്കുന്നില്ലെങ്കിൽ അനുസരിക്കുന്നത് പോലെ ഉപദേശിക്കണം. ഉപദേശം അനുസരിക്കുന്നില്ലെങ്കിൽ അനുസരിക്കുന്നത് പോലെ ഉപദേശിക്കണം എന്ന അർത്ഥത്തിലാണ് അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ ഉപദേശിക്കണം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത്. അടി തടുക്കാം ഒടി തടുത്തുകൂടാ. അടി തടുക്കാം ഒടി തടുത്തുകൂടാ അഥവാ നേരെയുള്ള അടി നമുക്ക് തടയാൻ കഴിയും. പക്ഷെ ഒളിച്ചു നിന്ന് അടിച്ചാൽ നമുക്ക് തടുക്കാൻ പ്രയാസമായിരിക്കും. അതാണ് അടി തടുക്കാം ഒടി തടുത്തുകൂടാ. അത്താഴം മുടക്കാൻ നീർക്കോലി മതി അഥവാ നിസ്സാരന്മാർ വിചാരിച്ചാലും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് അത്താഴം മുടക്കാൻ നീർക്കോലി മതി. അംഗവും കാണാം താളിയും ഒടിക്കാം. അംഗവും കാണാം താളിയും ഒടിക്കാം അഥവാ അതേ അർത്ഥത്തിലുള്ള മറ്റൊരു പഴഞ്ചൊല്ലാണ് ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്നത്. ഒന്നിന് പോയി രണ്ട് കാര്യവും സാധിക്കുക. ഒന്നിന് പോയി അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച രണ്ട് കാര്യവും സാധിച്ച് തിരിച്ചു വരുന്നതിനെയാണ് ഒരു വെടിക്ക് രണ്ടു പക്ഷി അല്ലെങ്കിൽ അംഗവും കാണാം താളിയും ഒടിക്കാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആടറിയുമോ അങ്ങാടി വാണിഭം. ആടറിയുമോ അങ്ങാടി വാണിഭം അഥവാ ബുദ്ധിശൂന്യന്മാർക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയുകയില്ല. ബുദ്ധിയില്ലാത്തവർക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന അർത്ഥത്തിലാണ് ആടറിയുമോ അങ്ങാടി വാണിഭം എന്ന പഴഞ്ചൊല്ല് പറയുന്നത്. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ആരെയും പറഞ്ഞു പറ്റിക്കരുത് എന്ന അർത്ഥത്തിലാണ് ഈ പഴഞ്ചൊല്ല്. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ആന മെലിഞ്ഞാലും ആടോളമാകില്ല.
ആന മെലിഞ്ഞാലും ആടോളമാകില്ല. അഥവാ മഹാന്മാർക്ക് ക്ഷീണം സംഭവിച്ചാലും അവർ ആണത്തം വിടുകയില്ല. മഹാന്മാർ ക്ഷയിച്ചാലും ആണത്തം കൈവിടുകയില്ല. ആന മെലിഞ്ഞാലും ആടോളമാകില്ല. ആലുവാമൊഴി കടക്കാൻ ഇവിടുന്നേ കുനിയണോ? ആലുവാമൊഴി കടക്കാൻ ഇവിടുന്നേ കുനിയണോ? അഥവാ പിന്നീട് ചെയ്യേണ്ട കാര്യത്തിന് ആദ്യമേ കഷ്ടപ്പെടേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ്. പിന്നീട് ചെയ്യേണ്ട കാര്യത്തിന് ആദ്യമേ കഷ്ടപ്പെടേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് ആലുവാമൊഴി കടക്കാൻ ഇവിടുന്നേ കുനിയണോ എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത്. ഈനാച്ചക്കിക്ക് മരപ്പട്ടി കൂട്ട്. ഈനാച്ചക്കിക്ക് മരപ്പട്ടി കൂട്ട് അഥവാ ദുഷ്ടന് കൂട്ട് ചതിയൻ എന്ന അർത്ഥത്തിലാണ് ഈനാച്ചക്കിക്ക് മരപ്പട്ടി കൂട്ട് എന്ന പഴഞ്ചൊല്ല് പറയുന്നത്. ഉണ്ട ചോറിന് ഉചിതം കാട്ടണം. ഉണ്ട ചോറിന് ഉചിതം കാട്ടണം അഥവാ നന്ദി കാണിക്കണം എന്ന അർത്ഥത്തിലാണ് ഈ പഴഞ്ചൊല്ല്. ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. ഉണ്ട ചോറ്റിൽ കല്ലിടരുത്, ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം. ഉറിയിൽ വെണ്ണ വെച്ചിട്ട് ഊരാകെ നെയ്ക്ക് നടക്കുക. ഉറിയിൽ വെണ്ണ വെച്ചിട്ട് ഊരാകെ നെയ്ക്ക് നടക്കുക. വേണ്ടത് കയ്യിലുള്ളപ്പോൾ വെറുതെ അലയുക എന്ന അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. വേണ്ടത് കയ്യിലുള്ളപ്പോൾ വെറുതെ അലയുന്ന സ്വഭാവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉറിയിൽ വെണ്ണ വെച്ചിട്ട് ഊരാകെ നെയ്ക്ക് നടക്കുക എന്ന പഴഞ്ചൊല്ല് പറയുന്നത്. എങ്ങനെ ഇട്ടാലും പൂച്ച 4 കാലും കുത്തി നിൽക്കും. എങ്ങനെ ഇട്ടാലും പൂച്ച 4 കാലും കുത്തി നിൽക്കും. ചിലർ ഏത് വഴിക്കും ലക്ഷ്യം നേടും എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ചിലർ ഏത് വഴിക്കും ലക്ഷ്യം നേടും എന്ന അർത്ഥത്തിലാണ് എങ്ങനെ ഇട്ടാലും പൂച്ച 4 കാലും കുത്തി നിൽക്കും എന്ന പഴഞ്ചൊല്ല് പറയുന്നത്. ഓണത്തിനിടക്കോ പുട്ടുകച്ചവടം. ഓണത്തിനിടക്കോ പുട്ടുകച്ചവടം അതോ വലിയ കാര്യങ്ങൾക്കിടയ്ക്ക് നിസ്സാര കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ്. വലിയ കാര്യങ്ങൾക്കിടയിലും നിസ്സാര കാര്യങ്ങൾ പറയുന്നതിനെയാണ് ഈ പഴഞ്ചൊല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓണത്തിനിടക്കോ പുട്ടുകച്ചവടം. കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി. കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി. അജ്ഞന്മാർക്ക് അനുഷ്ഠാനങ്ങൾ ഉണ്ടോ എന്ന അർത്ഥത്തിലാണ് ഈ പഴഞ്ചൊല്ല് പറയുന്നത്. അജ്ഞന്മാർക്ക് അനുഷ്ഠാനങ്ങൾ ഉണ്ടോ എന്ന അർത്ഥത്തിലാണ് കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി എന്ന പഴഞ്ചൊല്ല് പറയുന്നത്. ചകിരിയില്ലാതെ കയറുണ്ടാകുമോ. ചകിരിയില്ലാതെ കയറുണ്ടാകുമോ. കാരണമില്ലാതെ കാര്യമില്ല. ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും എന്ന അർത്ഥത്തിലാണ് ചകിരിയില്ലാതെ കയറുണ്ടാകുമോ എന്ന് ചോദിക്കുന്നത്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു അഥവാ ലക്ഷ്യം തെറ്റിപ്പോയി എന്ന അർത്ഥത്തിലാണ്. ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തിപ്പൂവ്. ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തിപ്പൂവ്. എത്ര വലിയ കാര്യം ചെയ്താലും നിസ്സാരമായി കരുതുന്നതിനെയാണ് ഇതിന് പറയാം. എത്ര വലിയ കാര്യം ചെയ്താലും നിസ്സാരമായി കരുതുന്നവരോടാണ് ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തിപ്പൂവ് എന്ന് പറയുക. പതിരില്ലാത്ത കതിരില്ല. പതിരില്ലാത്ത കതിരില്ല അഥവാ ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണും. പതിരില്ലാത്ത കതിരില്ല. പഴുത്ത ഇല വീഴുമ്പോൾ പച്ചില ചിരിക്കുന്നു. പഴുത്ത ഇല വീഴുമ്പോൾ പച്ചില ചിരിക്കുന്നു അഥവാ അതിൻ്റെയും ഗതി ഭാവിയിൽ അതുതന്നെ എന്നറിയുന്നില്ല. ഇപ്പോൾ പഴുത്ത ഇല വീഴുന്നത് കാണുമ്പോൾ പച്ചില ചിരിക്കുന്നു അഥവാ താനും ഇതുപോലെ ഭാവിയിൽ വീഴാനുള്ളതാണ് എന്ന് തിരിച്ചറിയാതെ ഇപ്പോൾ വിവരക്കേട് അത് കണ്ട് ചിരിക്കുന്ന ആളുകളെ കുറിച്ച് പറയാണ്. പഴുത്ത ഇല വീഴുമ്പോൾ പച്ചില ചിരിക്കുന്നു അഥവാ അതിൻ്റെയും ഗതി ഭാവിയിൽ അത് തന്നെ എന്ന് മനസ്സിലാക്കാതെ പെരുമാറുന്നത് കാണുമ്പോഴാണ് ഇങ്ങനെ പറയാ, പഴുത്ത ഇല വീഴുമ്പോൾ പച്ചില ചിരിക്കുന്നു. ഇനി നമ്മൾ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അടിസ്ഥാന കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. മലയാള സാഹിത്യത്തിലെ ചില നോവലുകളെ കുറിച്ച്, ചില കവിതകളെ കുറിച്ച്, ചില സാഹിത്യകാരന്മാരെ കുറിച്ചൊക്കെ ഒരു അടിസ്ഥാനപരമായ വിവരം നമുക്കുണ്ടായിരിക്കണം. അത്തരം ചോദ്യങ്ങളും കേട്ടറ്റ് പരീക്ഷയിലെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് സംബന്ധമായ ചില ചോദ്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. അത് ആവർത്തിച്ച് കേട്ട് മനഃപ്പാഠമാക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. മലയാളത്തിലെ ആദ്യ നോവൽ ഏത്? കുന്തലത. മലയാളത്തിലെ ആദ്യ നോവലാണ് കുന്തലത. കുന്തലതയുടെ കർത്താവ് ആരാണ്? അപ്പു നെടുങ്ങാടി. അപ്പു നെടുങ്ങാടിയാണ് മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലത എഴുതിയത്.
മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ ഏതാണ്? ഇന്ദുലേഖ. 1889 ഇന്ദുലേഖ പുറത്തിറങ്ങുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. ആദ്യ നോവൽ കുന്തലത, ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. അത് പരസ്പരം മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ദുലേഖയുടെ കർത്താവ് ആരാണ്? ഒ ചന്തുമേനോൻ. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖയുടെ കർത്താവാണ് ഒ ചന്തുമേനോൻ. മലയാളത്തിലെ ആദ്യ സാമൂഹ്യ നോവൽ ഏതാണ്? ഇന്ദുലേഖ. അപ്പൊ ഇന്ദുലേഖ രണ്ട് കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, ലക്ഷണമൊത്ത ആദ്യ നോവൽ. രണ്ട്, ആദ്യ സാമൂഹ്യ നോവൽ. മലയാളത്തിലെ രണ്ടും ഇന്ദുലേഖയാണ്. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ എന്ന നോവലാണ് മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? CV രാമൻപിള്ള. CV രാമൻപിള്ളയാണ് മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത്. മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവൽ ഏതാണ്? അഥവാ ഡിറ്റക്റ്റീവ് നോവൽ. മലയാളത്തിലെ ആദ്യ ഡിറ്റക്റ്റീവ് നോവൽ ഏതാണ്? ഡിറ്റക്റ്റീവ് എന്നതിന്റെ മലയാളമാണ് അപസർപ്പകം. ഭാസ്കര മേനോനാണ് 1904 ആദ്യ ഡിറ്റക്റ്റീവ് നോവൽ മലയാളത്തിൽ എഴുതിയത്. ഭാസ്കര മേനോൻ എന്ന നോവൽ എഴുതിയത് ആരാണ്? അപ്പൻ തമ്പുരാൻ. ഭാസ്കര മേനോൻ എന്ന നോവൽ എഴുതിയതാണ് അപ്പൻ തമ്പുരാൻ. മലയാളത്തിലെ ആദ്യ വനിതാ നോവൽ ഏതാണ്? ശ്രീ ശക്തിമയി അഥവാ ആപൽക്കരമായ മാല. ജെ പാറുക്കുട്ടി അമ്മയാണ് അത് എഴുതിയത്. ശ്രീ ശക്തിമയി അഥവാ ആപൽക്കരമായ മാല എന്ന നോവലാണ് ആദ്യ വനിതാ നോവൽ. അത് എഴുതിയത് ജെ പാറുക്കുട്ടി അമ്മയാണ്. മലയാളത്തിൽ അപസർപ്പക നോവൽ എഴുതിയ ആദ്യ വനിത. മലയാളത്തിൽ ഡിറ്റക്റ്റീവ് നോവൽ എഴുതിയ ആദ്യ വനിത ആരാണ്? ഭദ്ര എൻ മേനോൻ. ഭദ്ര എൻ മേനോനാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ഡിറ്റക്റ്റീവ് നോവൽ എഴുതിയ വനിത. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നോവൽ ഏതാണ്? പാറപ്പുറം. 1905 ഈ പാറപ്പുറം എന്ന നോവൽ പുറത്തിറങ്ങുന്നത്. അത് മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നോവലാണ്. പാറപ്പുറം ആരുടെ കൃതിയാണ്? പാറപ്പുറം എന്ന ഈ രാഷ്ട്രീയ നോവൽ എഴുതിയത് കെ നാരായണ കുരുക്കളാണ്. കെ നാരായണ കുരുക്കൾ. മലയാളത്തിലെ ആദ്യ മിസ്റ്റിക് നോവൽ ഏതാണ്? ആദ്യ മിസ്റ്റിക് നോവൽ എൻ്റെ ഗീത. എൻ്റെ ഗീത എന്ന ആദ്യ മലയാള മിസ്റ്റിക് നോവൽ എഴുതിയിട്ടുള്ളതും കെ നാരായണ കുരുക്കളാണ്. അപ്പൊ കെ നാരായണ കുരുക്കൾ എഴുതിയ രണ്ട് പ്രധാന കൃതികൾ, ഒന്ന് പാറപ്പുറം എന്ന രാഷ്ട്രീയ നോവലും എൻ്റെ ഗീത എന്ന ആദ്യ മിസ്റ്റിക് നോവലും കെ നാരായണ കുരുക്കളുടെ. മലയാളത്തിലെ ആദ്യ ആക്ഷേപഹാസ്യ നോവൽ ഏതാണ്? പറങ്ങോടി പരിണയം. പറങ്ങോടി പരിണയം മലയാളത്തിലെ ആദ്യ ആക്ഷേപഹാസ്യ നോവലാണ്. പറങ്ങോടി പരിണയം എഴുതിയത് ആരാണ്? കിഴക്കേപ്പാട്ട് രാമൻ മേനോൻ. കിഴക്കേപ്പാട്ട് രാമൻ മേനോനാണ് മലയാളത്തിലെ ആദ്യ ആക്ഷേപഹാസ്യ നോവലായ പറങ്ങോടി പരിണയം എഴുതിയത്. മലയാളത്തിലെ ആദ്യ തെമ്മാടി നോവൽ. മലയാളത്തിലെ ആദ്യ തെമ്മാടി നോവൽ ഏതാണ്? വിരുതൻ ശംഖു. വിരുതൻ ശംഖു ആണ് മലയാളത്തിലെ ആദ്യ തെമ്മാടി നോവൽ. വിരുതൻ ശംഖു എഴുതിയത് ആരാണ്? കാരാട്ട് അച്യുത മേനോൻ. അപ്പൊ കാരാട്ട് അച്യുത മേനോൻ എഴുതിയ വിരുതൻ ശംഖുവാണ് മലയാളത്തിലെ ആദ്യ തെമ്മാടി നോവൽ. മലയാളത്തിലെ ആദ്യ ബോധധാര നോവൽ ഏതാണ്? സ്വർഗദൂതൻ. സ്വർഗദൂതൻ എഴുതിയത് പോഞ്ഞിക്കര റാഫിയാണ്. മലയാളത്തിലെ ആദ്യ ബോധധാര നോവലായ സ്വർഗദൂതൻ എഴുതിയത് പോഞ്ഞിക്കര റാഫിയാണ്. മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഏതാണ്? നൃത്തം. നൃത്തം എഴുതിയത് M മുകുന്ദനാണ്. M മുകുന്ദൻ എഴുതിയിട്ടുള്ള നൃത്തം എന്ന നോവലാണ് മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ. മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ ഇതാണ് എൻ്റെ പേര് എഴുതിയത് സക്കറിയയാണ്. സക്കറിയ എഴുതിയ
ഇതാണ് എൻ്റെ പേര് എന്ന നോവലാണ് മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ. മലയാളത്തിലെ ആദ്യ ടെക്നോളജി നോവൽ ഐസ് 196°C. ഐസ് 196°C എന്നതാണ് മലയാളത്തിലെ ആദ്യ ടെക്നോളജി നോവൽ. എഴുതിയത് GR ഇന്ദുഗോപൻ ആണ്. GR ഇന്ദുഗോപൻ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ. അവകാശികൾ എന്ന മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എഴുതിയത് വിലാസിനിയാണ്. അപ്പോൾ വിലാസിനി എഴുതിയിട്ടുള്ള അവകാശികൾ എന്ന നോവലാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള നോവൽ ഏതാണ്? കയർ. കയർ എന്ന നോവലാണ് മലയാളത്തിലെ ഏറ്റവും വലിപ്പമുള്ള 2ാമത്തെ നോവൽ. തകഴിയാണ് കയർ എഴുതിയത് എന്ന് നമുക്കറിയാവുന്നതാണ്. തിരുവിതാംകൂറിലെ നായർ മഹാകാവ്യം എന്നറിയപ്പെടുന്ന നോവൽ ഏതാണ്? തിരുവിതാംകൂറിലെ നായർ മഹാകാവ്യം എന്നറിയപ്പെടുന്ന നോവലാണ് ധർമ്മരാജ. ധർമ്മരാജ എഴുതിയത് CV രാമൻ പിള്ളയാണ്. വ്യവഹാരമാല എന്ന് പേരുള്ള മലയാള നോവൽ ഏതാണ്? വ്യവഹാരമാല എന്ന് പേരുള്ള മലയാള നോവൽ ശാരദ എന്ന നോവലാണ്. ശാരദ എന്ന നോവലിന് വ്യവഹാരമാല എന്നുകൂടി പേരുണ്ട്. വ്യവഹാരമാല അഥവാ ശാരദ എന്ന നോവൽ എഴുതിയിട്ടുള്ളത് O ചന്തുമേനോനാണ്. O ചന്തുമേനോൻ. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുള്ള നോവൽ ഏതാണ്? പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് പേരുള്ള നോവൽ പാത്തുമ്മയുടെ ആട് എന്ന നോവലാണ്. വൈക്കം മുഹമ്മദ് ബഷീറാണ് പാത്തുമ്മയുടെ ആട് എന്ന നോവൽ എഴുതിയത്. പാത്തുമ്മയുടെ ആട് എന്ന ആ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുണ്ട്. മറ്റൊരു രണ്ടിടങ്ങഴി എന്നറിയപ്പെടുന്ന നോവൽ ഏതാണ്? മറ്റൊരു രണ്ടിടങ്ങഴി മണ്ണിന്റെ മാറിൽ എന്ന നോവലാണ്. ചെറുകാടാണ് ആ നോവൽ എഴുതിയിട്ടുള്ളത്. മണ്ണിന്റെ മാറിൽ എന്ന നോവൽ. അതിന് മറ്റൊരു രണ്ടിടങ്ങഴി എന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ മലയാള നോവൽ ഏതാണ്? ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ നോവൽ അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി എന്ന നോവലാണ് ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയിട്ടുള്ളത്. ആധുനിക കാലത്തെ മഹാഭാരതം എന്ന വിശേഷണമുള്ള നോവൽ ഏതാണ്? ആധുനിക കാലത്തെ മഹാഭാരതം എന്നറിയപ്പെടുന്ന മലയാള നോവൽ അവകാശികൾ ആണ്. അവകാശികൾ എന്ന നോവലാണ് ആധുനിക കാലത്തെ മഹാഭാരതം എന്നറിയപ്പെടുന്ന മലയാള നോവൽ. ഇനി നമുക്ക് മലയാളത്തിലെ നോവലിസ്റ്റുകളെ കുറിച്ചും അവർക്കുള്ള ചില വിശേഷണങ്ങളെ കുറിച്ചും പറയാം. കേരള സ്കോട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. കേരള സ്കോട്ട് CV രാമൻ പിള്ള. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. തകഴി ശിവശങ്കര പിള്ളയാണ് കേരള മോപ്പസാങ്. കേരള ഹെമിംഗ്വേ. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായരാണ് കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത്. കേരള മാക്സിം ഗോർക്കി എന്നറിയപ്പെടുന്നത് ചെറുകാടാണ്. ചെറുകാട് ആണ് കേരള മാക്സിം ഗോർക്കി എന്നറിയപ്പെടുന്നത്. കേരള ജോൺ ഗന്ദർ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. SK പൊറ്റക്കാടാണ് കേരള ജോൺ ഗന്ദർ എന്നറിയപ്പെടുന്നത്. പരസ്പരം മാറിപ്പോവാൻ ഏറെ സാധ്യതയുള്ള വാക്കുകളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് ആവർത്തിച്ച് കേട്ട് മനഃപ്പാഠമാക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. കേരള എമിലി ബ്രോണ്ടി. കേരള എമിലി ബ്രോണ്ടി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മിയാണ്. രാജലക്ഷ്മി. കേരള മാർക്ക് ട്വെയിൻ. കേരള മാർക്ക് ട്വെയിൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. നിളയുടെ കഥാകാരൻ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം തന്നെയാണ് കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നും അറിയപ്പെടുന്നത്. MT വാസുദേവൻ നായർ രണ്ടു പേരിൽ അറിയപ്പെടുന്നു. നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ. കുട്ടനാടിന്റെ കഥാകാരൻ. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. തകഴി ശിവശങ്കര പിള്ളയാണ് കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. എന്നാൽ കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതോ?
കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. SK പൊറ്റക്കാടാണ് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. വയനാടിന്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് P വത്സലയാണ്. P വത്സലയാണ് വയനാടിന്റെ കഥാകാരി എന്നറിയപ്പെടുന്നത്. പട്ടാള ജീവിതത്തിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് കോവിലനാണ്. കോവിലനാണ് പട്ടാള ജീവിതത്തിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. ബേപ്പൂർ സുൽത്താൻ നമുക്ക് പരിചിതമാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ബഷീറാണ്. ബേപ്പൂർ സുൽത്താൻ ബഷീർ. ഇതുപോലെ ഏറെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് സാഹിത്യകാരന്മാരുടെ തൂലികാ നാമങ്ങൾ മനസ്സിലാക്കുക എന്നത്. അതും നമ്മൾ മനഃപ്പാഠമാക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണനാണ്. ഉറൂബ് എന്നറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണൻ. പാറപ്പുറം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് KE മത്തായി. KE മത്തായി അറിയപ്പെടുന്ന തൂലികാ നാമമാണ് പാറപ്പുറം. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോനാണ്. MK മേനോനാണ് വിലാസിനി എന്നറിയപ്പെടുന്നത്. ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ ഉള്ളത് KM മാത്യു ആണ്. KM മാത്യുവിന്റെ തൂലികാ നാമം ഏകലവ്യൻ. SK എന്ന തൂലികാ നാമം SK പൊറ്റക്കാടിൻ്റെതാണ്. SK പൊറ്റക്കാടിൻ്റെത് SK എന്നാണ് തൂലികാ നാമം. മീശാൻ എന്ന തൂലികാ നാമം KS കൃഷ്ണപിള്ളയുടേതാണ്. KS കൃഷ്ണപിള്ളയുടെ തൂലികാ നാമം മീശാൻ എന്നാണ്. നന്ദനാർ എന്ന തൂലികാ നാമം PC ഗോപാലന്റേതാണ്. PC ഗോപാലൻ അറിയപ്പെടുന്ന തൂലികാ നാമം നന്ദനാർ എന്നാണ്. ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് P സച്ചിദാനന്ദനാണ്. P സച്ചിദാനന്ദന്റെ തൂലികാ നാമമാണ് ആനന്ദ്. EV എന്ന തൂലികാ നാമം EV കൃഷ്ണപിള്ളയുടേതാണ്. CV എന്ന തൂലികാ നാമം CV രാമൻ പിള്ളയുടേതുമാണ്. TKC പടുതല എന്ന തൂലികാ നാമം TK ചാത്തൻ പടുതലയുടേതാണ്. TKC പടുതല TK ചാത്തൻ പടുതലയുടേതാണ്. KM പണിക്കർ കാവാലത്ത് ചാലയിൽ മാധവ പണിക്കർ. KM പണിക്കർ എന്ന തൂലികാ നാമത്തിൽ എഴുതിയ വ്യക്തി കാവാലത്ത് ചാലയിൽ മാധവ പണിക്കരാണ്. കോവിലൻ എന്ന തൂലികാ നാമം VV അയ്യപ്പൻ്റെതാണ്. VV അയ്യപ്പനാണ് കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. VV അയ്യപ്പൻ. MRB എന്ന തൂലികാ നാമം MR ഭട്ടത്തിരിപ്പാടിൻ്റെതാണ്. MR ഭട്ടത്തിരിപ്പാട്. തിക്കോടിയൻ എന്ന തൂലികാ നാമം കുഞ്ഞനന്ദൻ നായരുടേതാണ്. കുഞ്ഞനന്ദൻ നായരാണ് തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. കുഞ്ഞനന്ദൻ നായർ. കാക്കനാടൻ എന്ന തൂലികാ നാമം ജോർജ് വർഗീസിൻ്റെതാണ്. കാക്കനാടൻ ജോർജ് വർഗീസ്. ടി ഉബൈദ് എന്ന തൂലികാ നാമത്തിൽ എഴുതിയത് അബ്ദുറഹ്മാൻ. ആശാ മേനോൻ എന്ന തൂലികാ നാമം ശ്രീകുമാറിൻ്റെതാണ്. ആശാ മേനോൻ ശ്രീകുമാർ. വൈശാഖൻ എന്ന തൂലികാ നാമത്തിൽ എഴുതിയത് MK ഗോപിനാഥൻ. MK ഗോപിനാഥനാണ് വൈശാഖൻ എന്ന തൂലികാ നാമത്തിൽ എഴുതിയത്. സേതു എന്ന തൂലികാ നാമം സേതു മാധവ മേനോന്റേതാണ്. സേതു മാധവ മേനോന്റെ തൂലികാ നാമമാണ് സേതു. ബെന്യാമിൻ എന്ന തൂലികാ നാമം ബെന്നി ഡാനിയലിൻ്റെതാണ്. ബെന്യാമിൻ എന്ന തൂലികാ നാമം. P അയ്യനേത്ത് AP പത്രോസിന്റെ തൂലികാ നാമമാണ് P അയ്യനേത്ത്. AP പത്രോസ്. ചെറുകാട് C ഗോവിന്ദ പിഷാരടിയുടെ തൂലികാ നാമമാണ്. ചെറുകാട് C ഗോവിന്ദ പിഷാരടി. അക്കിത്തം എന്ന തൂലികാ നാമം അച്യുതൻ നമ്പൂതിരിയുടേതാണ്. അച്യുതൻ നമ്പൂതിരിയുടെ തൂലികാ നാമമാണ് അക്കിത്തം. അച്യുതൻ നമ്പൂതിരി. P അയ്യനേത്ത് നേരത്തെ സൂചിപ്പിച്ചതാണ്. AP പത്രോസിൻ്റെത് തന്നെയാണ്. P അയ്യനേത്ത് AP പത്രോസ്. EM കോവൂർ K മാത്യു ഐപ്പിൻ്റെതാണ്.
EM കോവൂർ എന്ന തൂലികാനാമം K മാത്യു ഐപ്പിന്റേതാണ്. ഇടമറുക് എന്ന തൂലികാനാമം TC ജോസഫിന്റേതാണ്. ഇടമറുക് TC ജോസഫ്. TC ജോസഫിന്റെ തൂലികാനാമമാണ് ഇടമറുക്. ഇന്ദുചൂടൻ KK നീലകണ്ഠൻ. KK നീലകണ്ഠന്റെ തൂലികാനാമമാണ് ഇന്ദുചൂടൻ. MN പാലൂർ എന്ന തൂലികാനാമം മാധവൻ നമ്പൂതിരി പാലൂരിൻ്റെതാണ്. മാധവൻ നമ്പൂതിരി പാലൂർ എന്ന വ്യക്തിയാണ് MN പാലൂർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. NN കക്കാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് K നാരായണൻ നമ്പൂതിരിയാണ്. NN കക്കാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. MT വാസുദേവൻ നായരുടെ യഥാർത്ഥ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. കോഴിക്കോടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് അപ്പുക്കുട്ടൻ നായരാണ്. കോഴിക്കോടൻ അപ്പുക്കുട്ടൻ നായർ. ബോധേശ്വരൻ നാരായണൻ നായർ. ബോധേശ്വരൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് നാരായണൻ നായരാണ്. മൂലൂർ എന്ന തൂലികാനാമം മൂലൂർ S പത്മനാഭ പണിക്കരുടേതാണ്. മൂലൂർ S പത്മനാഭ പണിക്കരുടെ തൂലികാനാമം മൂലൂർ എന്നാണ്. ONVയുടെ യഥാർത്ഥ പേര് ON വേലുക്കുറുപ്പ് എന്നാണ്. ONV എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ON വേലുക്കുറുപ്പ്. ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. കടമ്മനിട്ട എന്ന തൂലികാനാമം രാമകൃഷ്ണന്റേതാണ്. കേട്ടറ്റ് പരീക്ഷയിലെ മലയാളം ചോദ്യ പേപ്പറിൽ ഉണ്ടാകുന്ന മറ്റൊരു തരം ചോദ്യമാണ് ഒരു കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇത് ഏത് നോവലിലേതാണ് എന്ന് ചോദിക്കുന്ന ശൈലി. അപ്പോൾ ഓരോ നോവലിലുമുള്ള കഥാപാത്രങ്ങളുടെ പേര് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രധാനപ്പെട്ട നോവലുകളിലെ കഥാപാത്രങ്ങളെ എങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് സുഭദ്ര, അനന്തപത്മനാഭൻ എന്നിവർ മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. ധർമ്മരാജ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് ചന്ദ്രക്കാരൻ, കേശവപിള്ള, ത്രിപുരസുന്ദരി കുഞ്ഞമ്മ, ഹരിപഞ്ചാനനന്മാർ. ചന്ദ്രക്കാരൻ, കേശവപിള്ള, ത്രിപുരസുന്ദരി കുഞ്ഞമ്മ, ഹരിപഞ്ചാനനന്മാർ ഇതൊക്കെ ധർമ്മരാജ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. തോട്ടിയുടെ മകൻ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് ചുടലമുത്തു, മോഹനൻ. ഇവിടെ സാധാരണഗതിയിലുള്ള ചില പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ടാവും. ഇപ്പോൾ മോഹനൻ, അനന്തപത്മനാഭൻ ഇതൊക്കെ സാധാരണ പേരുകളാണല്ലോ. എന്നാൽ ചന്ദ്രക്കാരൻ, ചുടലമുത്തു ഇതൊക്കെ ചില പ്രത്യേക സാധാരണഗതിയിൽ ആരും ഉപയോഗിക്കാത്ത പേരുകളാണ്. അപ്പൊ ഇത്തരം പേരുകൾ ചോദിച്ച് ഇത് ഏത് നോവലിലേതാണ് എന്ന് ചോദിക്കാനാണ് കൂടുതൽ സാധ്യത. ത്രിപുരസുന്ദരി കുഞ്ഞമ്മ, ചന്ദ്രക്കാരൻ, ചുടലമുത്തു ആ പേരുകളൊക്കെ പ്രത്യേകം നമ്മൾ ഓർത്തു വെക്കുക. അതൊക്കെ ഏത് നോവലിലാണ് എന്ന കാര്യം വളരെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. മറ്റുള്ളവയും ചോദിക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇവ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം പ്രത്യേക രീതിയിലുള്ള ഇത്തരം പ്രത്യേകത തോന്നുന്ന പേരുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ചുടലമുത്തു, മോഹനൻ ഇത് തോട്ടിയുടെ മകൻ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. രണ്ടിടങ്ങഴി വളരെ പ്രശസ്തമായ നോവലാണ്. അതിലെ കഥാപാത്രങ്ങളാണ് ചാത്തൻ, ചിരുത, കോരൻ ഇതൊക്കെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. കയറിലെ കഥാപാത്രമാണ് ക്ലാസിപ്പേർ കൊച്ചുപിള്ള. കയർ എന്ന നോവലിലെ കഥാപാത്രമാണ്. ചെമ്മീൻ എന്ന വളരെ പ്രശസ്തമായ നോവലിലെ കഥാപാത്രങ്ങളാണ് കറുത്തമ്മ, പരീക്കുട്ടി, പളനി, ചെമ്പൻ കുഞ്ഞ്. കറുത്തമ്മ, പരീക്കുട്ടി, പളനി, ചെമ്പൻ കുഞ്ഞ് എന്നിവ ചെമ്മീൻ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്.
ഇന്ദുലേഖ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് ഇന്ദുലേഖ അഥവാ മാധവി, മാധവൻ, സൂരി നമ്പൂതിരിപ്പാട്. സൂരി നമ്പൂതിരിപ്പാട്, മാധവൻ, മാധവി അഥവാ ഇന്ദുലേഖ. ഇത് ഇന്ദുലേഖ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. ഓടയിൽ നിന്ന് എന്ന നോവലിലെ കഥാപാത്രമാണ് റിക്ഷാക്കാരൻ പപ്പു. റിക്ഷാക്കാരൻ പപ്പു ഓടയിൽ നിന്ന് എന്ന നോവലിലെ കഥാപാത്രമാണ്. എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു എന്ന നോവലിലെ കഥാപാത്രമാണ് നിസാർ അഹമ്മദ്, കുഞ്ഞിപ്പാത്തുമ്മ, വട്ടനടിമ. ബാല്യകാല സഖി എന്ന ബഷീറിന്റെ നോവലിലെ കഥാപാത്രങ്ങളാണ് സുഹ്റ, മജീദ്. സുഹ്റ, മജീദ് എന്നിവർ ബാല്യകാല സഖി എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. മതിലുകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് നാരായണി. നാരായണി മതിലുകൾ എന്ന ബഷീറിന്റെ നോവലിലെ കഥാപാത്രമാണ്. ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് ശ്രീധരൻ, കൂനൻ, വേലു. ശ്രീധരൻ, കൂനൻ, വേലു. ഇത് ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. നാലുകെട്ട് എന്ന നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി. അപ്പുണ്ണി നാലുകെട്ട് എന്ന നോവലിലെ കഥാപാത്രം. കാലം എന്ന നോവലിലെ കഥാപാത്രമാണ് സേതു. രണ്ടാം ഊഴം എന്ന വളരെ പ്രശസ്തമായ നോവലിലെ കഥാപാത്രമാണ് ഭീമൻ. ഭീമൻ കഥാപാത്രമായ നോവലാണ് രണ്ടാം ഊഴം. മഞ്ഞ് എന്ന നോവലിലെ കഥാപാത്രമാണ് വിമല. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ കഥാപാത്രമാണ് കർണൻ, പാഞ്ചാലി. കർണൻ, പാഞ്ചാലി എന്നിവർ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. അഗ്നിസാക്ഷി എന്ന മികച്ച നോവലിലെ കഥാപാത്രങ്ങളാണ് തേതിക്കുട്ടി, ദേവകി, മാനമ്പിള്ളി. തേതിക്കുട്ടി, ദേവകി, മാനമ്പിള്ളി ഇവ അഗ്നിസാക്ഷി എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് ദസ്തയവേസ്കി, അന്ന എന്നിവർ. ദസ്തയവേസ്കി, അന്ന ഇവ രണ്ടും ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. മയ്യടിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിലെ കഥാപാത്രങ്ങൾ ദാസൻ, ബിന്ദു. ദാസനും ബിന്ദുവുമാണ് മയ്യടിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിലെ കഥാപാത്രങ്ങൾ. ഖസാക്കിന്റെ ഇതിഹാസം വളരെ പ്രശസ്തമായ നോവലാണ്. ആ നോവലിലെ കഥാപാത്രങ്ങളാണ് രവി, പാത്തുമ്മ, മൈമൂന, അപ്പുക്കിളി, അള്ളാ പിച്ച മൊല്ലാക്ക. അള്ളാ പിച്ച മൊല്ലാക്ക. ഇവിടെ രവി, പാത്തുമ്മ, മൈമൂന എന്നൊക്കെ സാധാരണ പേരുകളാണ്. അപ്പുക്കിളി, അള്ളാ പിച്ച മൊല്ലാക്ക ഇത് രണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഇത് ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ കഥാപാത്രങ്ങൾ. അതുപോലെ ദസ്തയവേസ്കി എന്നതും ഒരു പ്രത്യേകതയുള്ള സാധാരണഗതിയിൽ കേൾക്കാത്ത പേരാണല്ലോ. അതും സങ്കീർത്തനം പോലെ എന്ന നോവലിലാണുള്ളത് എന്ന് നമ്മൾ ഓർത്തു വെക്കുക. ദൈവത്തിന്റെ വികൃതികൾ എന്ന നോവലിലെ കഥാപാത്രമാണ് അൽഫോൺസ് അച്ഛൻ. അൽഫോൺസ് അച്ഛൻ ദൈവത്തിന്റെ വികൃതികൾ എന്ന നോവലിലെ കഥാപാത്രമാണ്. ഗോവർദ്ധനന്റെ യാത്രകൾ. ഗോവർദ്ധനന്റെ യാത്രകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് ഇബ്നു ബത്തൂത്ത. സ്മാരകശിലകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് പൂക്കുഞ്ഞിസ, പട്ടാളം ഇമ്രായി. പൂക്കുഞ്ഞിസയും പട്ടാളം ഇമ്രായിയും സ്മാരകശിലകൾ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. മീര സാധു എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് തുളസി, മാധവൻ. ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവലിലെ കഥാപാത്രമാണ് ഇട്ടിക്കോര. ഇട്ടിക്കോര ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവലിലെ കഥാപാത്രമാണ്. മനുഷ്യന് ഒരു ആമുഖം. മനുഷ്യന് ഒരു ആമുഖം എന്ന നോവലിലെ കഥാപാത്രമാണ് നാറാപ്പിള്ള, ജിതേന്ദ്രൻ, ആൻ മേരി. നാറാപ്പിള്ള, ജിതേന്ദ്രൻ, ആൻ മേരി എന്നിവർ മനുഷ്യന് ഒരു ആമുഖം എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. നഷ്ടനായിക എന്ന നോവലിലെ കഥാപാത്രമാണ് പി കെ റോസി. പി കെ റോസി. അന്ധകാരനാഴി. അന്ധകാരനാഴി എന്ന നോവലിലെ കഥാപാത്രമാണ് ശിവൻ. ആരാച്ചാർ എന്ന നോവലിലെ കഥാപാത്രമാണ് ചേതന സഞ്ജീവ് മിശ്ര. ചേതന സഞ്ജീവ് മിശ്ര ആരാച്ചാർ എന്ന നോവലിലെ അരനാഴിക നേരം കുഞ്ഞേനാച്ചൻ.
അരനാഴിക നേരം എന്ന നോവലിലെ കഥാപാത്രമാണ് കുഞ്ഞേനാച്ചൻ. പരിണാമം, പരിണാമത്തിലെ കഥാപാത്രങ്ങളാണ് ടോമി പൂയില്ലൻ. ടോമി പൂയില്ലൻ എന്നിവർ പരിണാമം എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. വളരെ പ്രശസ്തമായ മറ്റൊരു നോവലാണല്ലോ ആടുജീവിതം. ആടുജീവിതം എന്ന നോവലിലെ കഥാപാത്രമാണ് നജീബ്. അപ്പൊ ഇതൊക്കെ ആവർത്തിച്ച് കേട്ടാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് മനഃപ്പാഠമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ കേട്ടറ്റ് പരീക്ഷയ്ക്ക് മാത്രമല്ല, വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും നമുക്ക് ഉപകാരപ്രദമാകും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ആവർത്തിച്ച് ഇത് കേട്ട് പഠിക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക.